നമ്മുടെ യാത്രയിലെ ഏറ്റവും ദിവസം നീണ്ട ഒരു റോഡ് ട്രിപ്പ് ഇന്ന് തുടങ്ങുവാണ്. ഏകദേശം 9000 കിലോമീറ്റർ 15 സ്റ്റേറ്റ്സും 3 ഇന്റർനാഷണൽ ബോർഡറുകളും കവർ ചെയ്തുള്ളൊരു യാത്ര. ബാംഗ്ലൂർ മുതൽ ഒഡീഷയിലെ പുരി വരെയുള്ള ആദ്യത്തെ 2 ദിവസത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഹലോ നമസ്കാരം. അങ്ങനെ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് പോവാണ്. 20 ദിവസത്തെ ട്രിപ്പാണ്. ബൈ റോഡാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഓൺ ദ വേ ആണ്. ഇപ്പോൾ നമ്മൾ കോളാർ എന്ന സ്ഥലത്താണ് ഉള്ളത്. നമ്മുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ട്രാവൽ പാർട്ട്ണർ സുജിത്തേട്ടൻ്റെ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത്, ഡസ്റ്റർ. നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. ഇപ്പോഴാണെന്നുണ്ടെങ്കിലോ നല്ല കോടമഞ്ഞ് കയറി നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ വന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം നല്ല കോടയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിലാണെങ്കിൽ നല്ല റോഡൊക്കെ ആണെങ്കിൽ ഫുള്ള് കോടയിൽ കയറുകയാണെങ്കിൽ വിസിബിലിറ്റി തീരെ ഇല്ലാതെ ഇരിക്കുവാണ്. ഇപ്പോൾ ഉണ്ടോ, പോകുകയാണെങ്കിൽ വീണ്ടും നല്ലപോലെ കയറി വന്നുകൊണ്ടിരിക്കും കേട്ടോ. നല്ല കിടുക്കൻ തണുപ്പും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ചായ കുടിച്ചു. നമ്മളിപ്പം തിരുപ്പതി റോഡിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണെന്നെങ്കിൽ ഒരു 56 കിലോമീറ്റർ ഉണ്ട് തിരുപ്പതിയിൽ. അപ്പം നമ്മളിപ്പോൾ പോകുന്ന വഴിയിലാണെങ്കിൽ ഒരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇതാണ് ഹോട്ടല്. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. മസാല ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അപ്പം നമ്മൾ തിരുപ്പതി റോഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നെല്ലൂർ എന്ന സ്ഥലത്തേക്കുള്ള വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ പോകുന്ന വഴിയിലുള്ള നല്ല കാഴ്ചകളാണ്. നല്ല ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ, കൃഷിത്തോട്ടങ്ങളുടെ കാഴ്ചകളാണ് കാണാൻ കഴിയുക. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വഴിയുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. റോഡൊക്കെ പണിതുകൊണ്ടിരിക്കുക. നേരത്തെ കണ്ട 6 വരിപ്പാതയും 8 വരിപ്പാതയൊന്നും ഇപ്പോൾ ഇല്ല. റോഡ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇത് പഴയ റോഡാണ്. അങ്ങനെ പോകുമല്ലേ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല മഴയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയാന്ന് തോന്നുന്നു. കാലാവസ്ഥയ്ക്കാണെങ്കിൽ ഇരുണ്ട് മൂടി നിൽക്കുവാണ്. ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. ഇപ്പം നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നത് കാളഹസ്തി ടെമ്പിളിലെ എൻട്രൻസ് ആട്ടോ. അതിൻ്റെ ഫ്രണ്ടിലെ കവാടമാണ് കാണുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് പോകേണ്ടത് ലെഫ്റ്റാണ്. റോഡിൽ നല്ല ട്രാഫിക് ആട്ടോ. വഴി പണിതുകൊണ്ടിരിക്കുവാണ്. നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിലൊക്കെ ആണെങ്കിലോ ഫുള്ള് നെൽപ്പാടം കേട്ടോ. നല്ല പാലക്കാടൊക്കെ നമ്മൾ കാണുന്ന പോലെയുള്ള നെൽപ്പാടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. നെൽപ്പാടമൊക്കെ ആണെങ്കിൽ ഫുള്ള് നല്ല പച്ചിച്ച് നിൽക്കുക. കൃഷി ഇറക്കിയതേ ഉള്ളൂ. നല്ല രസം ഇവിടെയുണ്ട്. അതേപോലെ ഇപ്പോഴത്തെ സൈഡിലൊക്കെ അതെ. ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്ററോളം നമ്മൾ എത്തി. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇതൊരു ധാബ കേട്ടോ. അപ്പോൾ UP ബീഹാർ ഫാമിലി ധാബ. റൊട്ടിയും ആലു കറിയൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കൊള്ളായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. നമുക്കിനി 481 കിലോമീറ്റർ ഉണ്ട് വിശാഖപട്ടണത്തിന്. നമ്മളെന്തായാലും ഇന്ന് വിശാഖപട്ടണം എത്തൂല. വിജയവാഡ കഴിഞ്ഞ്
എവിടെയെങ്കിലും സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയാണ് നമ്മൾ വിശാഖപട്ടണം ക്രോസ് ചെയ്ത് പൂരിക്ക് പോകുന്നത്. പൂരി നമ്മൾ എത്തുമോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ വണ്ടി ഇരുന്ന് കാഴ്ചകൾ കണ്ടു പോവാം. നാഷണൽ ഹൈവേയിൽ പോയാൽ വേറെ ഒന്നും കാണാനില്ല. നമുക്ക് പോകുന്ന വഴിക്കുള്ള കൃഷി തോട്ടങ്ങളും നെൽപ്പാടങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് സൈഡിൽ നിന്ന് കണ്ടു പോവാം. കാണുന്നതാണ് പുകയില. ഈ പച്ച കളറിൽ കാണുന്ന ഇല എടുത്തിട്ട് അത് പറിച്ച് കൊണ്ടുപോകും. ഓരോ കെട്ടുകെട്ടായി കൊണ്ടുപോയിട്ട് ഇവിടെ സ്മോക്ക് ഹൗസ് ഉണ്ട് ഇവരുടെ, അതിനകത്ത് വെച്ച് സ്റ്റഫ് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് ഉണക്കും. ഉണക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ഈ പുകയില വാങ്ങുന്ന കടയിൽ വെറ്റില മുറുക്കാൻ പോകുമ്പോൾ ഉള്ള പുകയില വാങ്ങാൻ പോകുമ്പോൾ കണ്ടിട്ടില്ല, ഒരു കെട്ടുകെട്ടായിട്ട്, അങ്ങനെ കെട്ടുകെട്ടായിട്ട് വയ്ക്കും. അതേ സാധനം തന്നെയാണ് പൊടിച്ചിട്ട് സിഗരറ്റിൽ ഉപയോഗിക്കുന്നത്, ബീഡിയിൽ ഉപയോഗിക്കുന്നത്, നമ്മൾ ബാക്കി തമ്പാക്ക് അങ്ങനെയുള്ള പല സാധനങ്ങളിലും ഉപയോഗിക്കുന്നത് ഈ സെയിം ഇല തന്നെ. ഇതിനകത്ത് ഇനി വിരിയാനോ ചെടിയാവാനോ മറ്റൊന്നുമില്ല. ആസ് ഇറ്റ് ഈസ് സെയിം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പുകയില ചെടികളൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ നിൽക്കും കേട്ടോ. പിന്നെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റിയ ഒരു സ്ഥലം നോക്കി വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറേ ഏരിയയിൽ ഈ പുകയില ചെടി ഇങ്ങനെ നട്ട് വളർത്തിയിരിക്കുവാണ്. പിന്നെ കുറേ ചെടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പറ്റും. നല്ലൊരു കാഴ്ച. ആദ്യമായിട്ടാണ് പുകയില ചെടി കാണുന്നത് കേട്ടോ. സൈഡൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. എന്തൂര ഏക്കർ കണക്കിനാണ് പുകയില ചെടി. വമ്പമ്പോ. പിന്നെ നമുക്ക് മറ്റേ അപ്പുറത്തെ സൈഡിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ മുളക് ചെടിയൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. ചീനിയൊക്കെ ആണെങ്കിൽ നല്ല റെഡ് കളറിൽ പഴുത്ത് നിൽക്കുക. ഇപ്പം മുളകിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, ഗുണ്ടൂർ. ഇനി 100 കിലോമീറ്റർ ഉണ്ട്. അപ്പം ചെല്ലുമ്പോൾ തന്നെ സമയം ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി 4:30 ആയിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് രാത്രിയാവും മിക്കവാറും. നല്ല കണ്ണെത്താ ദൂരം വരെ നമുക്ക് റോഡ് കാണാൻ പറ്റും, നല്ല സ്ട്രെയിറ്റ് റോഡ്. എക്സ്പ്രസ് ഹൈവേ മുഴുവനായിട്ടും പണി കഴിഞ്ഞിട്ടില്ല. ഈ എക്സ്പ്രസ് ഹൈവേയുടെ മുഴുവൻ സ്ഥലങ്ങളും തീർന്നിട്ടില്ല. ഇങ്ങനെ പകുതി പണി കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇന്ത്യയിൽ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഹൈവേയുടെ പണി നടക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് പോകാം. ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു ട്രാവലറെ സംബന്ധിച്ചിടത്തോളം ഒരു റൂറൽ വില്ലേജ് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ NH ഒഴിവാക്കി SH-ലൂടെയോ അല്ലെങ്കിൽ റൂറൽ റോഡുകളിലൂടെയോ പോയാൽ ഇതിനേക്കാളും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു എക്സലൻ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പുകയില കൃഷിയുടെ ടൈമാണ്. പുകയിലയ്ക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയ ടൈമൊന്നുമില്ല, എനി ടൈം അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇനി നമ്മൾ പോകുന്നത് ഗുണ്ടൂർ, മുളകിന് ഏറ്റവും കൂടുതൽ ഫേമസ് ഉള്ള സ്ഥലം. നമുക്കൊരു ഇപ്പം രാത്രി അല്ലെങ്കിൽ ആ ടൈമിന് പോകുന്നതുകൊണ്ട് ഗുണ്ടൂറിൽ നമുക്ക് കൃത്യമായിട്ട് മുളകൊക്കെ ആളുകൾ എങ്ങനെയാണ് അത് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഓരോരോ പോർഷൻസ് ക്ലീൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗുണ്ടൂരിലെ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ മുളക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു ഏരിയയിലെ ഒരു പ്രത്യേകത. ഇനി അടുത്തൊരു സ്ഥലം ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പലാസ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും നമ്മൾ. അവിടെ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ടെറൈനും വേറൊരു തരം കൃഷിയും ഒക്കെയാണ്. അത് നമുക്ക് നാളെ കാണാം. ഇപ്പം നമ്മൾ ഇന്നലെ വിജയവാഡ കഴിഞ്ഞിട്ട് നമ്മൾ ഏലൂര് എന്ന സ്ഥലത്താണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 650 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് അവിടെ എത്തിയത്. പിന്നെ അവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ട് രാവിലെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയാണെന്നുണ്ടെങ്കിൽ ഒരു 750 കിലോമീറ്റർ ആണ് പൂരിയിലോട്ട് പോകാൻ വേണ്ടിയുള്ളത്. ഇനിയൊരു 200 കിലോമീറ്ററോളം അടുത്തുണ്ട് നമുക്ക് വിശാഖപട്ടണം എത്താൻ വേണ്ടി. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സൂര്യനൊക്കെ നല്ല ഉദിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ഏലൂരിലേക്ക് എത്തുന്നത് കൃഷ്ണ നദിയെ മുറിച്ച് കടന്നിട്ടാണ്. ഇനി നമുക്ക് കടക്കാനുള്ളത് ഗോദാവരി നദിയാണ്. ഗോദാവരി നദിയുടെ സൈഡിൽ അനേകം ഫാക്ടറികളും ഒക്കെയുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗോദാവരി ബേസിൻ എന്ന് പറയും. ഗോദാവരി ബേസിൻ എന്ന് പറയും. ശരിക്ക് ആന്ധ്രയുടെ നെല്ല് ഉൽപാദനത്തിന് ജലം നൽകുന്ന ഒരു പ്രധാന ഒരു നദിയാണ് ഗോദാവരി നദി. ഇത് ശരിക്ക് എന്താ പറയുന്നത്,
ആന്ധ്രയുടെ അപ്പത്തൊട്ടി എന്നാണ് ഈ സ്ഥലത്തെ വിളിക്കുന്നത്. കാരണം അത്രത്തോളം കൃഷിയിടങ്ങള്, നെൽകൃഷി. ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടത് കൃഷ്ണ റിവർ ബേസിനിൽ കണ്ടത് മുഴുവനും പുകയില കൃഷിയും മുളക് കൃഷിയും അതുമൊക്കെ ആണെങ്കിൽ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് കണ്ണെത്താ ദൂരത്തോടുള്ള നെൽവയലുകളാണ്. ഈ നെൽവയലുകൾ ഒരു 1 or 2 നൂറ്റാണ്ടൊന്നുമല്ല, എത്രയോ നൂറ്റാണ്ട് നമ്മുടെ കേരളത്തിന് ഫുഡ് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ പാസ് ചെയ്ത് പോകുന്ന ഗോദാവരി നദി കേട്ടോ. ഗോദാവരി ബ്രിഡ്ജാണ് ഈ കാണുന്നത്. നല്ല നീളത്തിലുള്ള പാലമാട്ടോ. ഇന്നലെ ഇന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല. ഫുള്ള് ഡ്രൈവിംഗ് ആണ്. നമ്മൾ ഏകദേശം ഒരു 1200 കിലോമീറ്ററോളം ഡ്രൈവിംഗ് ഉണ്ട്. പിന്നെ പൂരി ചെന്നിട്ടാണ് നമ്മൾ പൂരിയിലെ കുറച്ച് ടെമ്പിൾ, പൂരി ജഗന്നാഥ് ടെമ്പിള്, സൺകോണാക് ടെമ്പിള്, പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ നാളെ ആവും. അപ്പോൾ ഇന്നും നമ്മൾ ഈ റോഡിലെ കാഴ്ചകളൊക്കെയാണ് കണ്ടുപോകുന്നത്. ഇപ്പം നമ്മളിപ്പം വിശാഖപട്ടണത്തേക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ട്രക്കുകളാണ് തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇമാരൊക്കെ ആണെങ്കിൽ ലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാതെ 2 ലൈനിലും ലോറിയൊക്കെയാണ് നിരന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നിങ്ങൾ കേട്ട് കാണും, ഈ ക്ഷാമം ഉണ്ടായിരുന്ന സമയത്ത് ആന്ധ്രയിൽ നിന്ന് നെല്ല് കള്ളക്കടത്ത് നടത്തി കൊണ്ടുവന്നു എന്നൊക്കെ ആളുകളെ പല സ്ഥലത്തും വെച്ച് പോലീസ് പിടിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ശരിക്കും നെല്ലറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്നാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ നെല്ല് കൊണ്ടുവരുന്നത്. ഇവിടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ല പോലെ നെൽപ്പാടങ്ങളും അതിൻ്റെ നടുക്ക് പിന്നെ ധാരാളം പനകളുമായിട്ടുള്ള ഒരു പ്രത്യേക ലെയറിംഗ് ആണ്. ഒരുപക്ഷെ നമ്മൾ പാലക്കാട് ജില്ലയാണെന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് അവിടെ 2 രീതിയിൽ, ഒന്ന് നെല്ലുൽപാദനമുണ്ട്, മറ്റൊന്ന് കള്ള് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കള്ള് വഴിനീളം ഇങ്ങനെ സ്ത്രീകൾ വിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. രാവിലത്തെ കള്ള് ചെത്തി ഇറക്കിയ നല്ല ഫ്രഷ് കള്ള് നാട്ടിലേതുപോലെ ഇവിടെ കിട്ടും. കൂടുതലും വൈകുന്നേരവും ആണ് കൂടുതലായിട്ട് ഇവിടെ ആളുകൾ അത് കുടിക്കാൻ വേണ്ടി വരുന്നത്. ഏകദേശം ഒരു രാവിലെ മുതൽ പിന്നെ ഇങ്ങനെ കള്ള് വിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വഴിയിലുടനീളം. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്നതാണെങ്കിൽ ഒരു മെഡിക്കൽ കോളേജാണ്, GSL മെഡിക്കൽ കോളേജ്. അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലാട്ടോ. നല്ല തണുപ്പാട്ടോ. ആന്ധ്രയിലെ ഒരു ഐറ്റമാണ് മസാല ബോണ്ട. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ കഴിച്ച മസാല ബോണ്ട കൊള്ളാം കേട്ടോ. അപ്പം അതിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ബോണ്ട പോലെ തന്നെ, അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് മധുരമൊന്നുമില്ല. പിന്നെ അകത്ത് അവർ കുറച്ച് ഈ ഇലകളൊക്കെ ചേർക്കും, നമ്മുടെ മല്ലിയിലയും കരിയാപ്പിലയും അങ്ങനെ കുറച്ച് വേറെ എന്ത് ഇലകളൊക്കെയാണ് അതിനകത്ത് ഇട്ടിരുന്നത്. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ചൂടനായതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരുന്നു അല്ലേ? അതെ. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഫ്രൈ ചെയ്ത് അതിങ്ങനെ ഫ്രൈ ചെയ്യും. നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഷോപ്പിലൊക്കെ ബോണ്ട അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നത്. ഒറ്റ പ്രാവശ്യം മാവിടുന്നു, അത് ഇങ്ങനെ ക്രിസ്പിയായി വന്നു കഴിഞ്ഞാൽ അത് വെന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കോരിയിടും. ഇവിടെ ഇവരുണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി തന്നെ മാവ് ആദ്യം ഉണ്ടാക്കിയിട്ട് അതൊരു ഹാഫ് ക്രിസ്പി, കുറച്ചിങ്ങനെ ക്രിസ്പി ആയി വരുമ്പോഴത്തേക്ക് അതിൻ്റെ നിറം മുഴുവനായി മാറിയിട്ടുണ്ടാവില്ല. ആ വൈറ്റിഷിൽ നിന്ന് കുറച്ചൊരു ബ്രൗണിഷിലേക്ക് ഷെയ്ഡ് മാറുമ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് മാറ്റി വയ്ക്കും. എല്ലാം കോരും, എണ്ണയിൽ നിന്ന് കോരിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കും. മാറ്റി വെച്ചിട്ട് അടുത്ത ഇതേപോലെ മാവ് ഈ റൊട്ടേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. കുറച്ചെണ്ണം ആയി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ വീണ്ടും ഈ എണ്ണയിലോട്ട് അങ്ങ് ഇടും. എണ്ണയിലോട്ട് ഇട്ടിട്ട് നല്ല ചൂടിൽ ഇങ്ങനെ മൊരിയിച്ചെടുക്കും. അത് ഈ തണുത്ത സാധനം പിന്നെയും അതിലേക്കിട്ട് ഒന്നും കൂടെ മൊരിയിച്ച് വീണ്ടും എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഔട്ടർ ലെയർ നല്ല കട്ടിയിൽ തിക്കായിട്ട്
നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. അത് ഞാൻ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളൂ. നമ്മളുടെ നാട്ടിൽ സാധാരണ ഈ ഡബിൾ ഫ്രൈയിങ് ചെയ്യുന്ന ഒരു മെത്തേഡിൽ സിംഗിൾ ഫ്രൈയിങ്ങിൽ അത് കോരി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ബട്ട് ഇവിടെ ഇത് ചെയ്യുന്നത് കൊണ്ട് നല്ല ഒരു ലേയേഴ്സ്, ഒരു എക്സ്ട്രാ ലേയേഴ്സ് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അത് നല്ല ടേസ്റ്റും ആയിരിക്കും, ഉള്ളും നന്നായി വെന്ത് കാണും. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതാണ് അത്ര ടേസ്റ്റ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഉപയോഗിക്കാത്തൊരു സാധനമാണ് മല്ലിച്ചപ്പ് എന്ന് പറയുന്നത്. അതുപോലെ പുതിന പോലത്തെ സാധനങ്ങൾ നമ്മളുടെ ഇപ്പം എന്ത് വട ഉണ്ടാക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു ടേസ്റ്റ്, ഇവരതിൽ മസാലയൊക്കെ ചേർത്താണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വളരെ സിമ്പിളായിട്ട് അധികം മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാതെ ഇഞ്ചി, നമുക്കൊരു റെസിപ്പി ഉണ്ട്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതാണ് നമ്മളുടെ ഒരു എല്ലാ ടൈപ്സ് ഓഫ് എന്താ പറയുന്നത് എരിവുള്ള സാധനങ്ങളുടെ ഒരു മിക്സർ. പക്ഷെ അത് കേരളം വിട്ട് കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ കറിവേപ്പിലയ്ക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, പകരം ഇവർ ചട്ടിനി പോലെയാണ് കറിവേപ്പില യൂസ് ചെയ്യുന്നത്. കറിവേപ്പില വറുത്തിടുന്നത് നമ്മളുടെ സ്വഭാവം. ഇവിടെ കറിവേപ്പില വറുത്തിടുന്ന ഒരു സ്വഭാവം ഇല്ല. കറിവേപ്പില എണ്ണയിലിട്ടിട്ട് അങ്ങനെ കാണാറില്ല, നേരിട്ട് ഡയറക്റ്റ് അതും ഇല ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഡിഫറൻസ്. ഇപ്പം നമ്മുടെ സൈഡിലൊക്കെ ആണെങ്കിൽ വീണ്ടും നല്ല നെൽപ്പാടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പം നല്ല ക്ലൈമറ്റ് ആട്ടോ. ഇന്നലെ ആണെങ്കിൽ ഫുള്ള് ഫോഗ കയറി നിൽക്കുമായിരുന്നു. ഇവിടെ കുറേ ഏരിയയിലാണെങ്കിൽ ഫുള്ള് എണ്ണപ്പനയാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ, ചാലക്കുടിയിലും ഒക്കെ കാണുന്ന പോലെ എണ്ണപ്പന നമുക്ക് കാണാൻ പറ്റും. നല്ല രസം കേട്ടോ, അടുപ്പിച്ചടുപ്പിച്ച് അട്ട കാണാന്. അങ്ങ് അവിടെയൊക്കെ കാണാൻ പറ്റും. അങ്ങ് ദൂരെയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പനകൾ കാണാം. ഈ ഏരിയയിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് എണ്ണപ്പന. സ്വാമി വിവേകാനന്ദയുടെ നല്ലൊരു സ്റ്റാച്ചു, നല്ല വലിയ സ്റ്റാച്ചു കേട്ടോ. അപ്പം അങ്ങ് ദൂരേന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഒരു മലയുടെ മേളിലാണ് വച്ചേക്കുന്നത്. നെല്ലൊക്കെ ആണെങ്കിൽ കൊയ്തിട്ട് ആ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കച്ചിയൊക്കെ ആണെങ്കിൽ കുമ്പാനമായിട്ട് കൂട്ടി അവിടെ ഇവിടെയൊക്കെ വെച്ചാൽ കാണാൻ പറ്റും. നല്ലൊരു കാഴ്ച. ഇനി നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറാം. അപ്പം നമ്മളിപ്പം വിശാഖപട്ടണം ക്രോസ് ചെയ്തു. വിശാഖപട്ടണത്തേക്ക് നമ്മൾ പോയില്ല, നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് റൈറ്റ് എടുക്കണം. ഒരു 25 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഭുവനേശ്വർ കൊൽക്കട്ട റൂട്ടിലാണ് പോകേണ്ടത്. അപ്പം നമ്മൾ ആ റോഡിൽ കയറി. നല്ല കിടുക്കൻ റോഡ്, നല്ല 6 വരി പാത, നല്ല കോൺക്രീറ്റ് ചെയ്ത് നല്ല കിടുക്കനായിട്ട് കിടക്കുവാണ്. നോക്കി എന്നാ രസമാണ്, വണ്ടി ഓടിച്ചാൽ പറന്നു പോകുന്ന രീതിയിലാണ് റോഡ്. കിടുക്കനാട്ടോ. അപ്പം ഇനി കൊൽക്കട്ടയാണെന്നുണ്ടെങ്കിൽ 881 കിലോമീറ്റർ ആണ്. നമുക്ക് കൊൽക്കട്ടയൊക്കെ റീച്ച് ചെയ്യണം. നമ്മൾ കൊൽക്കട്ട നാളെയാണ് റീച്ച് ചെയ്യണേ. ഇന്ന് നമ്മുടെ ടാർഗറ്റ് പുരിയാണ്, ഭുവനേശ്വർ. അപ്പം നമ്മൾ ഇന്ന് പുരി എത്തും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. ഇപ്പോൾ സമയം 11 മണിയായി. ഇവിടെ ആയപ്പോഴത്തേക്കും ദോശയുടെ കളറൊക്കെ മാറി കേട്ടോ, നല്ല യെല്ലോ കളറായി. ഇതിനകത്ത് കുറച്ച് സബോളയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒനിയൻ ദോശ പോലെയുണ്ട്. മസാല ദോശ കണ്ടു കഴിഞ്ഞാൽ മസാല ദോശ പോലെ ഇരിക്കും, പക്ഷെ ഇതിൻ്റെ അകത്ത് മസാലയ്ക്ക് പകരം ഒനിയനാണ് ഇട്ടേക്കണേ കേട്ടോ. പിന്നെ കറിയായിട്ട് ചമ്മന്തി ഉണ്ട്, പിന്നെ നമ്മുടെ കിഴങ്ങ് കറിയുണ്ട്. അതെന്താ അത്? ചട്നിയാണ്, റെഡ് ചട്നിയാണ്. ടൊമാറ്റോ ചട്നിയാണോ, ടൊമാറ്റോ ആണോ? അപ്പോൾ നമ്മുടെ ബ്രഞ്ച് കഴിഞ്ഞു. 11:30 ആയപ്പോഴാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 250 കിലോമീറ്ററോളം നമ്മളിപ്പോൾ പാസ് ചെയ്തു. ഇനി നമുക്ക് 380 കിലോമീറ്റർ അടുത്തുണ്ട് നമുക്ക് ഭുവനേശ്വർ എത്താൻ വേണ്ടി. വൈകുന്നേരം പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂരിയിലെ കാഴ്ചകൾ കാണാം, ഇല്ലെങ്കിൽ നാളെ രാവിലെ. ഇപ്പോൾ വഴിക്കാണ് നല്ല കിടുക്കം വഴി ആയതുകൊണ്ട് നമുക്ക് 2 മണിക്കൂറും കൊണ്ട് ഏകദേശം 200 കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്തു. ആട് മേയ്ക്കുന്നതും പശുവിനെ മേയ്ക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുടയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ നല്ല സാധാ കുട ഒക്കെയല്ലേ യൂസ് ചെയ്യുന്നത്. ഇവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹാബലിയൊക്കെ യൂസ് ചെയ്യുന്ന കൂട്ട് ഓലക്കുട, സെയിം അതേപോലെ തന്നെയുള്ള കുടയൊക്കെയാണ് യൂസ് ചെയ്യണേ. പലാസ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. പലാസ സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടില്ല,
അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? മെയിൻ റോഡിൽ 2 കിലോമീറ്റർ. മെയിൻ റോഡിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട് പലാസയ്ക്ക്. അപ്പോൾ പലാസ എന്ന് പറഞ്ഞാൽ ഈ കാഷ്യൂനട്ടിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാഷ്യൂനട്ട് ഉണ്ടാക്കുന്ന സ്ഥലം, കാഷ്യൂനട്ട് നല്ല ക്വാളിറ്റിയിലുള്ള കാഷ്യൂനട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് കയ്യിലടിച്ചിട്ട് നമ്മൾ മെഷീൻ യൂസ് ചെയ്യാതെ നമ്മുടെ നാട്ടിലൊക്കെ കയ്യിൽ ഇങ്ങനെ തുറന്ന് അത് എടുക്കുമല്ലോ, അതിന് ക്വാളിറ്റി കൂടുതലാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളത് എല്ലാം ഹാൻഡ് മെയ്ഡ് ചെയ്ത് പൊളിച്ചെടുത്ത് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതിനാണ്. മെഷീൻ ഇത് ചെയ്യുന്നതിന് വളരെ കുറവാണ്, പ്രൈസ് കുറവാണ്, കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തത് വളരെയധികം ക്വാളിറ്റിയുള്ള കാഷ്യൂ ആണ് ഉള്ളത്. എല്ലാം ഹാൻ മെയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പലാസയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവരുടെ ചെറിയൊരു പനയിൽ നിന്ന് എടുക്കുന്ന ഒരു കള്ള് പോലത്തെ ഒരു ദ്രാവകമുണ്ട്. സിമിലർ ടു ടോഡി നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. അത് ഇവിടെ വ്യാപകമായിട്ട് കിട്ടും. ഉച്ചയ്ക്കാണ് അത് വെട്ടിയെടുത്ത് കുടിക്കാൻ എടുക്കുന്നത്. ഏതാണ്ട് ഉച്ചയ്ക്ക്. ഇപ്പോൾ വൈകുന്നേരം ഒരു 3 മണിക്ക് നമുക്ക് കുടിക്കാൻ കിട്ടും. ഒരു 12 മണി മുതൽ ഇങ്ങനെ വിൽക്കുന്നതാണ്. പലാസയിൽ ഒരു വലിയ ബീച്ച് ഇങ്ങനെ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചുള്ളിലോട്ട് മാറിക്കഴിഞ്ഞാൽ ബീച്ചാണ്. അതായത് ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന നമ്മുടെ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുകൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞ പനയുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാരും വീടിന് മുറ്റത്താണെങ്കിൽ അലങ്കാരപ്പനയില്ലേ, ആ പനയാട്ടോ. വണ്ടി കാണുന്ന പനയാണ് ഇപ്പൊ പറഞ്ഞ കള്ളൊക്കെ ചെത്തുന്ന പന. ഇപ്പം കുറച്ച് മുമ്പാണെന്നുണ്ടെങ്കിൽ ഒരാളാണെങ്കിൽ എൻ്റെ മേളിൽ കയറി കള്ളൊക്കെ ചെത്തുന്ന കണ്ടു. പക്ഷെ അവിടെ നിർത്താൻ പറ്റിയില്ല. നമ്മളുടെ ലക്ഷ്യം ഇങ്ങനെ കുറച്ച് നോർത്ത് ഈസ്റ്റിലോട്ട് പോകുന്നതായതുകൊണ്ടാണ്. അതല്ല നമ്മൾ ഇവിടെ തന്നെ ക്യാപ്ചർ ചെയ്ത് ഇപ്പം ഞാൻ മുൻപ് ട്രിപ്പ് ചെയ്തിരുന്ന പോലെ ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. ഇഷ്ടംപോലെ സംഭവങ്ങൾ. പക്ഷെ ഇപ്പോൾ നമുക്ക് അത്രയും ദിവസമില്ല. നമ്മൾ ദിവസങ്ങളോളം ഇങ്ങനെ ദിവസം ഒരു കൺസിഡറേഷൻ അല്ല നമുക്ക് ട്രിപ്പ് ചെയ്യാം. നമുക്ക് കോസ്റ്റ് ആണ് കൺസിഡറേഷൻ. അങ്ങനെ വരുമല്ലോ ട്രിപ്പിന്, അല്ലേ? നമ്മൾ സാധാരണ രീതിയിൽ 2-3 ടൈപ്പിലാണ് ട്രിപ്പ് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് കയ്യിൽ ക്യാഷ് ഇല്ല, പക്ഷെ ട്രിപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ ദിവസമുണ്ട്. അങ്ങനെ ട്രിപ്പ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പം സൈക്കിളിലൊക്കെ ട്രിപ്പ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പതുക്കെ ട്രിപ്പ് ചെയ്താൽ മതി. ഇവിടുത്തെ പല സംഭവങ്ങളും ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇപ്പം ഈ തെങ്ങ് ചെത്തുന്നതിന് അല്ല, ഈ പന ചെത്തുന്നത് തന്നെ നമ്മൾ അവിടെ പോയിട്ട് കാണേണ്ടതാണ്. അത് അവരെടുക്കുന്നതും അത് കുപ്പിയിലോട്ട് മാറ്റുന്നതും. അവരുടെ ഒരു ചെറിയ കുടമുണ്ട്. ആ കുടം മാത്രമല്ല, അതിങ്ങനെ ഒരു തോളിലൊരു വലിയൊരു വടിയിട്ട് അതിലിങ്ങനെ തൂക്കി വെച്ച് ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്നതാണ്. ഇവിടെ റൂറലിലൊരു ഒരു പ്രത്യേക ലൈഫാണ്. നമ്മളിപ്പം ഒഡീഷ്യ സ്റ്റേറ്റിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ്. നല്ല കിടിലൻ റോഡ്, നേരത്തെ കണ്ട പോലെ തന്നെ റോഡ്. നല്ല അധികം തിരക്കൊന്നുമില്ല കേട്ടോ റോഡില്. ഇവിടെ അധികം തിരക്കുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വിശാഖപട്ടണം വരെ നമ്മൾ എന്താണോ കണ്ടത് അത് കാണാൻ ഇനി ഉണ്ടല്ലോ. കാരണം ഒരു പോർട്ട് സിറ്റി കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ആണ് അതൊരു വലിയ പോർട്ടായതുകൊണ്ട് അവിടത്തേക്ക് ഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന വലിയ ട്രെയിലേഴ്സും അതും ഇതൊക്കെ ഇഷ്ടം പോലെ കാണാം. വിശാഖപട്ടണത്തിൽ എത്തിയപ്പോൾ റോഡ് കണ്ടില്ലേ, നാഷണൽ ഹൈവേ താന്നു. അത്രയും ഹെവിയാണ് റോഡിലെ വണ്ടികൾ തന്നെ കണ്ടില്ല, എത്ര വലിയ 24 ചക്രമൊക്കെ ഉള്ള വണ്ടികളല്ല. ഈ ഒഡിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഒഡിയ അല്ലാത്ത ഭാഷ ആളുകൾക്ക് അറിയില്ല കേട്ടോ. ഹിന്ദിയൊന്നും സംസാരിച്ചാൽ മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കും ഹിന്ദി എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന്. ഇവർക്ക് ഹിന്ദി മനസ്സിലാവില്ല. അവരുടെ ലോക്കൽ ലാംഗ്വേജ് അവർക്ക് ഹിന്ദി വളരെ കുറച്ചേ അറിയുള്ളൂ. നമ്മളെ പോലെ ഒഡിയാണ് ഇവിടുത്തെ മലയാളികൾക്ക് ഹിന്ദി അറിയാൻ മേലെന്ന് പറഞ്ഞ പോലെ ഇവിടെ ബംഗാളിലുള്ള കൽക്കട്ടക്കാർക്ക് അറിയാം ഹിന്ദി കുറെയൊക്കെ. പക്ഷെ റൂറൽ ഏരിയ, അതേപോലെ ഈ നാഗാലാൻഡോ മേഘാലയോ ഉള്ളവർക്ക് നമ്മുടെ ഇന്നറുള്ളവർക്ക് ഹിന്ദി അറിയില്ല. ഏത് വീഡിയോ ഇങ്ങനെ കണ്ടിരുന്നു ഞാൻ. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് സീക്ക് നേരെ പാരലായിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ പോകുന്നത് കണ്ടോ. അപ്പം നമ്മൾ ഇനി പൂരിക്ക് ഏകദേശം ഒരു 90 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഇനി. അപ്പം നമുക്ക് കാണാൻ പറ്റും കേട്ടോ, നമ്മൾ പോകുന്ന ഏരിയ കണ്ടോ. നമ്മുടെ അതിൻ്റെ റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ സീ കാണാൻ പറ്റും. നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി ദാഹജലം കൊടുക്കാം. ഇപ്പം നമ്മൾ ഒഡീഷയെ കയറിയത് കൊണ്ട് പെട്രോൾ റേറ്റ് ഇച്ചിരി കുറവാണ്. നമ്മൾ ഇന്നലെയൊക്കെ
വിജയവാഡയെന്നൊക്കെ അടിച്ചപ്പോൾ റേറ്റ് കൂടുതലായിരുന്നു. 112 രൂപയായിരുന്നു റേറ്റ്. ഇപ്പോഴാണെങ്കിൽ ഇവിടുത്തെ റേറ്റ് 104.9, 105 കൂട്ടാം. അന്ന് നമുക്കിത് 40 ലിറ്റർ കണ്ട കിട്ടിയുള്ളൂ അല്ലേ? ഇനി മതി പറ. ഒഡീഷയിലെ മാർക്കറ്റ് കേട്ടോ, ഫുള്ള് നല്ല ഉണക്കമീനായി റോട്ടിൽ കൂടെ മുഴുവൻ വച്ചേക്കുന്നത്. എന്തോ രൂപ. ഇപ്പം നമ്മൾ ഒഡീഷയിൽ കയറിയിട്ടാണ് ലഞ്ച് കഴിച്ചത്. ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, 3:30 ഇപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. റൊട്ടിയും കറിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൻപയറും അതേപോലെ നമ്മുടെ ഡാലും പിന്നെ രാജ്മയുടെ ഫ്രൈയും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു കറിയാണ്. നല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ കഴിച്ച പോലത്തെ ഒരു കറിയായിരുന്നു. താഴെ നമുക്ക് ട്രെയിൻ ഇങ്ങനെ പോകണം കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ആ ട്രെയിനിന് മുഴുവനായിട്ട് കാണാം ഇപ്പോൾ അവിടെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഒരു ഗാട്ട് റോഡാണ് ഇത്. 1 വേ അല്ലേ? ഗ്രൗണ്ട് ലെവലിലോട്ട് എത്തിട്ടോ. റോഡൊക്കെ നല്ല കിടുക്കൻ റോഡാട്ടോ ഒഡീഷയിലെ പ്രത്യേകിച്ച്. അയ്യോ, പിന്നെ ഒറ്റ റെസ്ട്രിക്ഷനും ഇല്ല. ക്യാമറ വെച്ചിട്ടായാലും നമ്മുടെ പോലെ ക്യാമറയും വെച്ച് നമ്മളെ പറ്റിയിട്ട്. പിന്നെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക സ്ഥലത്തും തന്നെ നമ്മുടെ സ്പീഡ് കാണിക്കുന്ന ഏരിയ ഉണ്ട്. ക്യാമറ വെച്ചിട്ട് സ്പീഡ് കാണിക്കും, നമ്മുടെ സ്പീഡ് എത്രയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഓവർ സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ വാർണിംഗ് കാണിക്കും, സ്പീഡ് ലിമിറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്കത് കണ്ടുകൊണ്ട് സ്പീഡ് ഡൗൺ ചെയ്യാൻ പറ്റും. നമ്മുടെയൊക്കെ എവിടെയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ലിമിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ നമ്മളെപ്പോഴും സ്പീഡോമീറ്റർ നോക്കിക്കൊണ്ടിരിക്കണം, സ്പീഡ് എത്രയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണമെന്നുള്ളത്. അത് നോക്കിയില്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ എത്തുമ്പോൾ ഫൈനും വരും. മേളിൽ കാണുന്ന ആ കാണുന്ന കേട്ടോ ബിൽഡിംഗ് അല്ലേ? അത് ഫുള്ള് പാർക്കിംഗ് ആണ്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. ഇപ്പൊ നമ്മൾ പൂരി പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ്. പുരി പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ്.